ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മരുതമല അമ്പലത്തിലേക്ക് പാദയാത്രയായിട്ട് നടന്നു പോവുകയാണ് കേട്ടോ. എല്ലാവരും കൂടി. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. നമ്മൾ വൈകുന്നേരമായി അമ്പലത്തിലേക്ക് പോവുകയാണ്. നമ്മളങ്ങനെ അമ്പലത്തിലെത്തി തൊഴുതൊക്കെ കഴിഞ്ഞേരം പ്രസാദം കിട്ടി. പ്രസാദം ഇതാണ്. ഗോതമ്പിൻ്റെ ഉപ്പുമാവും പഞ്ചാമൃതവുമാണ് പ്രസാദമായിട്ട് കിട്ടിയത്. കോവിലിൽ പ്രധാന പ്രതിഷ്ഠ മുരുകനാണ്. പിന്നെ ശിവഭഗവാനും വിനായകസ്വാമിയും ഉണ്ട് കേട്ടോ. ഇന്ന് പ്രദോഷ ദിവസം ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട് കേട്ടോ. പിന്നെ തൈപ്പൂസത്തിന് തിരക്കും ഉണ്ട്. എല്ലാവരും മരുതമലയ്ക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. നമ്മളും പോകുന്നത് ഇന്നാണ്. നല്ലൊരു പ്രസാദമായിരുന്നു. ഇവിടെ നിറയെ ആൾക്കാരുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ വന്ന അമ്പലം തന്നെയാണിത്, റോഡ് സൈഡിലുള്ള. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇതാ നേരെ വേറൊരു അമ്പലത്തിലേക്ക് പോവാണ് കേട്ടോ. മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ അമ്പലമൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. അവിടേക്കാണ് നമ്മളെ യാത്ര. അവിടെ ചെറിയൊരു പരിപാടി ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ പരിപാടി. ഇത് ജമാപ്പ് അടിച്ചിട്ട് അമ്പലത്തിൽ നിന്ന് വേറൊരു അമ്പലത്തിലേക്ക് വരവ് പോവുകയാണ്. അവിടെ എത്തിയിട്ട് അന്നദാനമൊക്കെ ഉണ്ട്. നമുക്ക് അതിൻ്റെ കാഴ്ചകൾ കാണാം. ഞാൻ പറഞ്ഞ അമ്പലത്തിലെത്തിയിട്ട് അത് മാരിയമ്മൻ കോവിലാണ്. ഇവിടുത്തെ ഉത്സവത്തിൻ്റെ ഒരു വീഡിയോ നമ്മൾ മുന്നേ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ അവിടെ കൊടുക്കാം. അത് കാണാത്തവർ കണ്ട് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ജമാപ്പ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? നമ്മുടെ നാട്ടിലെ ചെണ്ട കൊട്ടുന്നില്ലേ, അതിന് പകരം ഇവിടെ ജമാപ്പ്. അത് ചെണ്ടമാരത്തെ വേറൊരു വാദ്യോപകരണം. പിന്നെ ഈ ജമാപ്പിൻ്റെ കൂടെ താലപ്പൊലിയായിട്ട് പാലഭിഷേകവും കാവടിയാട്ടവും ഒക്കെ ഉണ്ട്. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നില്ലേ? അങ്ങനെ നമ്മളിതാ ഈ ഒരു യാത്ര നമ്മളിതാ അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളങ്ങനെ അടുത്ത അമ്പലത്തിലില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ അവിടെ എത്തിയിട്ട്. ഇതൊരു ഗണപതി ക്ഷേത്രമാണ്. ഇവിടെ ശിവപ്രതിഷ്ഠയുണ്ട്, മുരുകൻ പ്രതിഷ്ഠയുണ്ട്. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ഇനി പൂജയൊക്കെ. അതെല്ലാം കഴിഞ്ഞ് ഇവിടുന്ന് അന്നദാനവും ഉണ്ട്. അന്നദാനം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകും. മരുതമല തൈപ്പൂസത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു വരവൊക്കെ വന്നത്. നിറയെ പേര് മരുതമലയ്ക്ക് നടന്നു പോകുന്നുണ്ട്.
ആൾക്കാരൊക്കെ കാൽനടയായിട്ട് മരുതമല അമ്പലത്തിലേക്ക് പോവാണ് കേട്ടോ. 8-9 കിലോമീറ്റർ 10 കിലോമീറ്റർ ഒക്കെ നടക്കാനുണ്ട്. നമ്മളെ വീടിൻ്റെ അടുത്ത് നിന്ന് കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് അത്ര ദൂരം നടക്കാനില്ല. എന്നാലും ദൂരം ഉണ്ട് കേട്ടോ. പിന്നെ മരുതമല എന്ന് പറയുന്ന അമ്പലം കുറച്ച് കുന്നിൻ്റെ മേലെയാണല്ലോ. അങ്ങോട്ട് കയറിപ്പോവാനും കുറച്ച് സമയമെടുക്കും. അപ്പോൾ അതിനും കൂടി കണക്കാക്കി എല്ലാവരും നേരത്തെ ഇറങ്ങിയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയിൽ ഫുഡ് കഴിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ജ്യൂസ്, ചോറ്, അങ്ങനെയുള്ള എല്ലാവിധ ഫുഡ് ഐറ്റംസും നമുക്ക് സൗജന്യമായിട്ട് കഴിക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവർ. ഇവരൊക്കെ ഇങ്ങനെ നടന്നു പോവുകയാണ്. ഈ കാണുന്ന പന്തൽ കണ്ടോ, ഇതാണ് ഫുഡ് കോർട്ട്. അതായത് നടന്നു പോകുന്നവർക്ക് ഫുഡ് കഴിക്കാനുള്ള ഭക്ഷണശാല. ഇവിടെ വെജിറ്റബിൾ ബിരിയാണി, ചോറ്, പലതരം ചോറുകളുണ്ട് ഇവിടെ തമിഴ്നാട്ടിൽ. തൈര് ചോറ്, പുളിച്ചോറ്, അങ്ങനെയുള്ള എല്ലാ ചോറും കിട്ടും. നമ്മളും പോകുന്നുണ്ട്. നമ്മൾ നാളെ രാവിലെയാണ്, പുലർച്ചെയാണ് കേട്ടോ പോണത്. അപ്പം നമ്മൾ അതിന് വേണ്ടി അമ്പലത്തിൽ നിന്ന് അന്നദാനമൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഇതാ വീട്ടിലേക്ക് പോവുകയാണ്. ഈ നാളത്തെ വിശേഷങ്ങളായിട്ട് വീഡിയോയിൽ വരാം. ഇതിൻ്റെ ബാക്കി നാളത്തെ വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും മറക്കാതെ കാണുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.